ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എന്നാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് പെപ്പറോമിയയുടെ വെറൈറ്റിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ഒരു ചെടി ഒരു ലീഫ് കിട്ടിയാൽ മതി, പിന്നെ നമുക്ക് ഒത്തിരി ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒത്തിരി 3-4 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് പ്രൊപ്പഗേഷനും അത് റിപ്പോർട്ടിങ്ങും എല്ലാം ഞാൻ ഇന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് കാണാനും നല്ല ലുക്കാണ്, വലിയ കെയർ ഒന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ വെറൈറ്റികൾ ഇതുപോലെ ഒരു കുഞ്ഞ് തൈ മേടിച്ചതാണ് ഞാൻ ഇത്രയും ചട്ടിയിലാക്കി എടുത്തത്. നമുക്ക് ഒരു ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്, കാണാൻ അത്രയും ഭംഗി. നമ്മൾ വെട്ടി നിർത്തുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയാകും. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ആക്ച്വലി ഈ ആഴ്ച ഞാൻ 10 മണി വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് 10 മണിയുടെ എല്ലാം ഒരു ഭംഗി കുറവാണ്. അതുകൊണ്ട് ഇച്ചിരി വെയിലായി കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഇത് ഇച്ചിരി നീണ്ടു നിൽക്കുന്നതൊക്കെ നമുക്ക് വെട്ടിവിട്ട ഇച്ചിരി ശിഖരമായിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. ഇത് നമുക്ക് വെള്ളത്തിൽ കൂടെയും പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലാതെ മണ്ണിൽ വെച്ചും ചെയ്യാം. ഞാൻ 2 രീതിയിലും കിളിപ്പിച്ചിട്ടുണ്ട് എല്ലാ ചെടിയും. ഈ പെപ്പറോമിയയിൽ ഈ ഒരു വെറൈറ്റി ഇച്ചിരി ഹാർഡാണ് അതിൻ്റെ ലീഫ്. അപ്പോൾ അത് ഇച്ചിരി വേര് പിടിച്ച് കിട്ടാനും പ്രയാസമാണ്. ഇത് വലിയ സോഫ്റ്റ് ലീഫാണ്, പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഏകദേശം ഇച്ചിരി നീളം കൂടുതലുണ്ടായിരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും എണ്ണമാണ് ഞാൻ വെട്ടി വെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് 2-3 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതൊരു 10-15 ചെടിയായിട്ട് നമുക്കാക്കിയെടുക്കാൻ പറ്റും. ഈ ഇങ്ങനെ ഓരോരോ മൊട്ടുകൾ വരുന്നിടത്ത് നമ്മൾ കണ്ടിച്ചാൽ വേര് ഇതിലെല്ലാം ഉണ്ട്. അപ്പം അത്രയും ഒരിളയും ആ തണ്ടും കൂടെ വെച്ചാൽ മതി. അത്രയും നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. മണ്ണിൽ വയ്ക്കുന്നതിനേക്കാളും എനിക്ക് താല്പര്യം വെള്ളത്തിലിടുന്നതാണ്. വെള്ളത്തിലിടുമ്പം നമുക്ക് ആ വേര് വരുന്നതും കാണാം, പെട്ടെന്ന് ഗ്രോത്ത് ആകുകയും ചെയ്യും. മണ്ണിൽ വെച്ചാൽ ഭയങ്കര താമസമാണ് ഞാൻ നോക്കിയിട്ട്. പിന്നെ പ്ലെയിൻ റിവർ സാൻഡ് ഉണ്ടെങ്കിൽ ഇച്ചിരി പിടിച്ച് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് ഞാൻ 2 രീതിയിലും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം വെടിയായിട്ട് ഇടാം. അപ്പോൾ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് കിളിപ്പിച്ചതാണ്. അതിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പം ഇനി ഇതുപോലെ ഇത് വെള്ളത്തിലിടണം. അപ്പോൾ ഇത് 2ഉം റിപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ട് ഇതിനകത്ത് ചെറിയ ലീഫ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിലിടുന്നത് നമ്മൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ആ വെള്ളം മാറി കൊടുക്കണം, അല്ലെങ്കിൽ അത് വേര് കേടായി പോകും. ഒരു കൃത്യം ദിവസം വയ്ക്കണം, ഒന്നിൽ ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ 3 ദിവസത്തേക്കൊന്ന്, അങ്ങനെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഒരു 10-15 ദിവസം ആകുമ്പം വേരായി തുടങ്ങും. ഈ കാണുന്ന ഈ പെപ്പറോമിയ ഇച്ചിരി വേര് പിടിച്ച് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ ഒത്തിരി എണ്ണം വെച്ചിട്ട് ഒരു 5 എണ്ണം വെച്ചാൽ അതേ ഒരെണ്ണമേ പിടിച്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് തീരെ കുഞ്ഞായിട്ടാക്കാതെ ഇതുപോലെ തന്നെ വയ്ക്കാവുന്നതാണ്. ഇത് ചിലപ്പോൾ കണ്ടിച്ചാൽ ചിലപ്പം 2 സൈഡും വേര് വരത്തില്ലായിരിക്കും. അപ്പം അങ്ങനെ തന്നെ വയ്ക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടി ഇനി മണ്ണിൽ നമ്മൾ എന്തൊക്കെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഗാർഡൻ സോയിലും റിവർ സാൻഡ്, പെർലൈറ്റ്, എല്ലുപൊടി, പിന്നെ കമ്പോസ്റ്റും, പിന്നെ വേപ്പൻ പിണ്ണാക്കും, പിന്നെ കൊക്കോപീറ്റും. ഇതിത്രയാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. പെർലൈറ്റ് അത്യാവശ്യമാണ്, അപ്പോഴേ നമുക്ക് നല്ലപോലെ വേര് പിടിച്ച് കിട്ടത്തുള്ളൂ. ഞാൻ മാക്സിമം എല്ലാ ചെടിക്കും പെർലൈറ്റ് ചേർക്കാറുണ്ട്. ഓൺലൈനിലാണ് മേടിക്കുന്നത്. ഇത്രയും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് റിവർ സാൻഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഗാർഡൻ സോയിലിൽ തന്നെ നല്ലപോലെ ഈ കല്ലൊന്നും ഇല്ലാതെ നൈസ് മണൽ എടുത്താൽ മതിയായിരിക്കും. പിന്നെ ആദ്യം ഞാൻ ഇച്ചിരി കറിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒരു വലിയ പോട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി കൂടുതൽ കരിയിലയാണ്. അതിൻ്റെ മേലിൽ മണ്ണിട്ടാൽ മതിയില്ല, അപ്പോൾ അത്രയും മണ്ണ് കുറച്ചിട്ടാൽ മതി. ഇത് വേര് മണ്ണിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആദ്യമേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ചിലപ്പം വെള്ളത്തിൽ നിന്ന് നമ്മൾ മണ്ണിൽ മാറ്റുമ്പം ചിലപ്പോൾ ആ ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ചാണകപ്പൊടി ഒന്നും ഇടല്ലേ. ഞാൻ ഒരു കൈ ഫോണും ഒരു കൈ ചെടി വയ്ക്കുകയും ആയതുകൊണ്ട് അത്രയും ക്ലിയർ ആകാത്ത, എന്നാലും അത്രയും അത്യാവശ്യം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാം പോട്ടിനകത്ത് വെച്ചു. ഇത് നമ്മൾ ക്രീമൊക്കെ തേക്കുന്ന പൗഡർ ടിന്നും ക്രീം ഡപ്പായും ഒക്കെയാണ്. അതിനകത്തും കൂടെ ചെടി വയ്ക്കുക. ഞാൻ നേരത്തെ ഇത് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല ഇവിടെ പെയിൻറ്റിങ് ഒക്കെ ആയിരുന്നു, അപ്പം മാറ്റിയതാണ്. അപ്പോൾ ഇതും അതിനകത്ത് വയ്ക്കുവാണ്. അപ്പോൾ വേര് പിടിക്കാത്ത 2 ലീഫ് മണ്ണിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. അത് ഒത്തിരി താമസമാണ്, എന്നാലും കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചെന്നേ ഉള്ളൂ. ഞാനല്ലാതെ എല്ലാം വെള്ളത്തിൽ വെച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കിയിരിക്കുന്നത് നമുക്ക് വെള്ളത്തിൽ, മാക്സിമം ഗ്ലാസ് ആണെങ്കിൽ പെട്ടെന്ന് വരാൻ സാധ്യത ഉണ്ട്. പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ ഞാൻ ഒരു ഡിസ്പോസിബിൾ പാത്രവും കളയത്തില്ല, അതിനകത്തെല്ലാം ചെടി കിളിപ്പിക്കും. അപ്പോൾ ഇത് ഗ്ലാസ്സാണ്. നമ്മൾ ബ്രൂ മേടിക്കുന്ന അല്ലെ അച്ചാരം മേടിക്കുന്ന അങ്ങനത്തെ കുപ്പികളൊക്കെയാണ്. അതിനകത്തെല്ലാം ഇത് നമ്മൾ വെച്ച് കിളിപ്പിച്ചാൽ മതി. ആഴ്ചയിൽ 1 വെള്ളം മാറി കൊടുക്കുകയോ 3 ദിവസത്തേക്കൊന്നോ വെള്ളം മാറി കൊടുക്കുകയോ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ എപ്പോൾ ഒരു ചെടി കിട്ടിയാലും അതിൻ്റെ സ്പാൻ അടുത്ത ചെടി ഞാൻ റെഡിയാക്കിയിരിക്കും. സപ്പോസ് ഒരെണ്ണം പോയാലും അടുത്തത് നമുക്കത് വേണം. വെറൈറ്റി ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കളക്ഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ